യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, ആ ക്രൂശീകരണത്തിലേക്ക് അതിപ്രധാനമായിരിക്കുന്ന 2-3 ഘടകങ്ങൾ ആ ക്രൂശീകരണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം പ്രൊപ്പിഷിയേറ്ററിയാണ്, പ്രായശ്ചിത്തയാഗമാണ്. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം കർത്താവായ യേശുക്രിസ്തു നിവർത്തിച്ചിരിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്കുള്ള പരിഹാരം യേശുക്രിസ്തു നിവർത്തിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ നീതിയെ ക്രൂശിൽ നിവർത്തിച്ചിരിക്കുന്നു. നിഷ്കളങ്കനായിരിക്കുന്ന ആട്ടിൻകുട്ടിയായി കർത്താവായ യേശുക്രിസ്തു പരമയാഗമായി തീർന്നിരിക്കുന്നു. നമ്മുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമാണ് യേശുക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ചത്. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറയുമ്പോൾ കൈവിടപ്പെട്ട മനുഷ്യൻ്റെ ഒരു കരച്ചിൽ തന്നെയാണ് നാം അവിടെ കേൾക്കുന്നത്. ബട്ട് ക്രൈസ്റ്റ് propitiated for our sins. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം യേശുക്രിസ്തു കാൽവറിയിൽ നിവർത്തിക്കാൻ നിമിത്തം നാം സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു, നാം കൈക്കൊള്ളപ്പെട്ടിരിക്കുന്നു, നാം ദൈവമക്കളായി തീർന്നിരിക്കുന്നു. നമുക്ക് ഈ ഭാഗ്യാവസ്ഥ ലഭിച്ചിരിക്കുന്നു. Christ took our curse. നമ്മുടെ ശാപം യേശുക്രിസ്തു വഹിച്ചു, നമ്മുടെ പാപം യേശുക്രിസ്തു വഹിച്ചു. നാം നീതിമാന്മാരായി തീർന്നിരിക്കുന്നു, നാം അനുഗ്രഹീതരായി തീർന്നിരിക്കുന്നു. പ്രൊപ്പിഷിയേറ്ററി സാക്രിഫൈസ്, പ്രായശ്ചിത്തയാഗം. രണ്ടാമത്തെ ക്രൂശിലെ ആ ദൈവിക പ്രവൃത്തിയിൽ നാം കാണുന്ന രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷണറി. നമുക്ക് ബദലായിട്ടാണ്, നമുക്ക് പകരമാണ് ചെയ്തത്. നമ്മുടെ ശിക്ഷ വഹിക്കുകയായിരുന്നു. It's a substitution. നാം അനുഭവിക്കുന്ന നരകാഗ്നി കാൽവറിയിൽ യേശുക്രിസ്തു അനുഭവിക്കുകയായിരുന്നു. It's a substitution. What we should have incurred, നമുക്കെന്ത് ഭവിക്കുമായിരുന്നു, അതെല്ലാം കർത്താവിൻ്റെ ഭൂമിയിലെ ജീവിതത്തിലും കർത്താവിൻ്റെ കാൽവറി മരണത്തിലും He was a substitute for us. നമുക്ക് പകരമായിരുന്നു. കാൽവറിയിലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇറ്റ്സ് എൻ ഇൻക്ലൂസീവ് സാക്രിഫൈസ്. സകല മാനവജാതിയെയും ഉൾക്കൊള്ളുന്ന ഒരു മരണമായിരുന്നു അത്. സകല മാനവജാതിയെയും കർത്താവ് തന്നിൽ ഉൾക്കൊണ്ട്. അതിൻ്റെ തുടക്കം കർത്താവിൻ്റെ ഭൂമിയിലെ ജഡാവതാരത്തിൽ തന്നെ, when he was made flesh, he was identifying to man. മനുഷ്യനോട് താതാത്മ്യം പ്രാപിക്കുകയായിരുന്നു, മനുഷ്യ കുലത്തിലേക്ക് വരികയായിരുന്നു, മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു, മനുഷ്യൻ്റെ വേദനയുടെ ഭാഗമായി തീരുകയായിരുന്നു, മനുഷ്യ പ്രകൃതത്തെ അറിയുകയായിരുന്നു. he was including man. മനുഷ്യനെ തന്നിൽ തന്നെ ഉൾക്കൊള്ളുകയായിരുന്നു. And he lived including man. Why he should have suffered? അവൻ രോഗം ശീലിച്ചവനായി ഇരുന്നു എന്ന് പറയുന്നു. യേശുക്രിസ്തു എന്തിന് രോഗം ശീലിച്ചു? He knew every pain, every suffering, every burden man knew. മനുഷ്യനറിയുന്ന സകല വേദനയും സകല ഭാരവും വേദനയും. നിങ്ങൾ വേദനയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിശ്ചയമായിട്ട് പറയാൻ കഴിയും, Jesus, there is no pain I bear that you never knew. അവിടെ നിന്നറിയാത്തൊരു വേദന ഞാൻ അറിയുന്നില്ല. ഓൾവേസ് ആൻഡ് എവ്രിതിങ് ഹി വെന്റ് അഹെഡ് us. നമുക്ക് മുമ്പായിട്ട് അവൻ കടന്നുപോയി. ഹി ഇൻക്ലൂഡഡ് us. We were in him and on the cross too. ക്രൂശിലും നാം അവനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ വായിക്കുന്നത്, all man was crucified with him. ക്രൂശിൽ യേശുക്രിസ്തു മരിച്ചപ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടു. ഇൻക്ലൂസീവ്. ഇത് ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു യാഗമാണ്. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഇതിനോട് ചേർത്ത് നമുക്കൊരു വേദഭാഗം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 14-ഉം 15-ഉം നമുക്ക് വാക്യങ്ങൾ വായിക്കാം. ഞാൻ 3-ാമത് പറഞ്ഞ കാര്യത്തോടനുബന്ധിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്.
how we are included in the death of Christ. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നമ്മുടെ ഉൾപ്പെടുത്തൽ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ്. യെസ്, ഞാൻ പലപ്പോഴും വായിക്കാറുള്ള വാക്യമാണിത്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, യെസ്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അഗ്രീഡ്? യേശുക്രിസ്തുവിന്റെ മരണം സകലർക്കും വേണ്ടിയാണ്. അതിനകത്ത് propitiation and substitution, പ്രായശ്ചിത്തവും പകരവും, മനുഷ്യന് പകരം എന്നുള്ള കാര്യം അതിനകത്ത് വന്നു കഴിഞ്ഞു. എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കാൻ നമുക്ക് താഴ്ത്ത് വായിക്കാം. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. ദാറ്റ്സ് സെറ്റിൽ. രണ്ടാമത്തെ കാര്യം, സംതിങ് ഫോർ us to know. രണ്ടാമത്തെ കാര്യം എന്താണ്? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചപ്പോൾ എല്ലാവരും മരിച്ചു. എല്ലാവരും മരിച്ചു. ഇതാണ് ഇൻക്ലൂസീവ് സാക്രിഫൈസ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു, അതിൽ എല്ലാവരും മരിച്ചു, സകല മാനവജാതിയും മരിച്ചു. എന്താ ഇതിൻ്റെ അർത്ഥം? കർത്താവിൻ്റെ കാൽവറി മരണം ആദാമ്യ സന്തതിക്ക് വേണ്ടിയായിരുന്നു എന്ന് പറയുമ്പോൾ ദൈവ പ്രകൃതത്തിൽ നിന്നും ദൈവ കൂട്ടായ്മയിൽ നിന്നും ദൈവ വഴിയിൽ നിന്നും ദൈവ പദ്ധതിയിൽ നിന്നും അകന്നുപോയി മൃതനായി തീർന്ന മനുഷ്യൻ, അവൻ്റെ വീണ്ടെടുപ്പാണ് കാൽവറിയിൽ സാധിക്കേണ്ടത്. അതിനുവേണ്ടി ദൈവം എന്താ ചെയ്തത്? ആദാമ്യ സന്തതിയെ തന്നെ തന്നിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്രൂശിൽ മരിച്ചത്. ക്രൂശിൽ യേശുക്രിസ്തു മരിക്കുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ he became the last Adam, ഒടുക്കത്തെ ആദമായി. The Adamic generation, the curse, the sin is terminated on the cross. ആദാമ്യ സന്തതി, ആ സന്തതിയുടെ ശാപം, ആദാമ്യ പാപം, ഇത് യേശുക്രിസ്തു കാൽവറിയിൽ ഒടുക്കത്തെ ആദാമായിട്ട് അതിന് അന്തം വരുത്തുകയായിരുന്നു. ഇറ്റ്സ് ടെർമിനേറ്റഡ്. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തെ വിശ്വാസവചനം എന്ന് പറയുന്നത്. നമ്മുടെ രക്ഷ എന്ന് പറയുന്ന ചില പുതുകാര്യങ്ങളുമായിട്ട് നാം തുടങ്ങുകയല്ല ചെയ്യുന്നത്. നമ്മുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് നാം ഒരിടത്ത് 1, 2, 3 തുടങ്ങുന്നൊരു കാര്യമല്ല. നമ്മുടെ രക്ഷയും വീണ്ടെടുപ്പും കാൽവറിയിൽ തുടങ്ങിയ കാര്യമാണ്. Our origin is there. Our salvation is there. It doesn't begin from us, it begins from Him. നമ്മുടെ തുടക്കം അവിടെയാണ്, നമ്മുടെ രക്ഷ അവിടെയാണ്. Everything started there. ആ തുടക്കം നാം തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിൽ എല്ലാവരും മരിച്ചു. എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നാം അസഹനീയമായും ബുദ്ധിമുട്ടായും പ്രശ്നമായിട്ടും ചിന്താഭാരമായിട്ടും പാപപങ്കുലമായിട്ടും ഒക്കെ കൊണ്ടു നടക്കുന്ന നമ്മുടെ ഈ പ്രശ്നപൂർണമായിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു പരിഹാരം അവിടെ വരുത്തി കഴിഞ്ഞു എന്നുള്ളത് നാം അറിയണം. നാം അവിടെ മരിച്ചു, എല്ലാവരും മരിച്ചു. ഓക്കെ, ആദാമ്യ സന്തതി അവിടെ ഒരു അറുതി വരുത്തി. ഇനി ജീവിക്കുന്നവർ അപ്പോ എല്ലാവരും മരിച്ചിരിക്കെ ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല. ശ്രദ്ധിച്ചേ. ഓക്കെ, ഞാൻ ആത്മീകമായിട്ട് പറയട്ടെ. യു ആർ പൊട്ടൻഷ്യലി ഡെഡ് ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ പൊട്ടൻഷ്യലി അതിൻ്റെ അന്തസത്തയിൽ, അതിൻ്റെ തത്വത്തിൽ മരിച്ചവരാണ്.
ഇനി ജീവിക്കുന്നവർ ആദാമ്യമായിട്ട് ജീവിക്കരുത്. തങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത്. ഡോണ്ട് ലീവ് യുവർ ഓൺ ലൈഫ്. നിങ്ങളുടെ സ്വന്തം ജീവിതം ഇനി ജീവിക്കരുത്. ദാറ്റ് ഈസ് ഇൻവാലിഡ്. അത് അസാധുവാണ്. അതുകൊണ്ടാണ് യെശയ്യാപ്രവാചകനെ കോട്ട് ചെയ്ത് പത്രോസ് പറഞ്ഞിരിക്കുന്നത്, ഓൾ ഫ്ലഷ് ഈസ് ലൈക്ക് ഗ്രാസ്. സകല ജഡവും പുല്ലുപോലെ. അതിൻ്റെ മഹത്വം പൂ പോലെ. ശ്രദ്ധിച്ച്, എല്ലാ ജഡവും ഇതേ നമ്മളെ തൊട്ടേച്ച് പറയണം, ഫ്ലഷ്, ഓൾ ഫ്ലഷ് ഈസ് ലൈക്ക്. നമ്മൾ പലപ്പോഴും നമ്മുടെ മുറ്റത്ത് പുല്ല് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ സ്ഥലം വാങ്ങിച്ചപ്പോൾ തൊട്ടുള്ള പുല്ലാണെന്ന്. അല്ല, പോയി. അതിൽ കുഞ്ഞ് പൂക്കൾ വല്ലതും അതിൽ ഉണ്ടെങ്കിൽ അതും ധരിക്കരുത് ഇത് പണ്ട് തൊട്ടേ ഉള്ള പൂവാണ്. അതിൻ്റെ മഹത്വം പൂ പോലെ. പുല്ലുവാടിപ്പോയി, അതിൻ്റെ മഹത്വം പോയി. പൂവ് ഉതിർന്നു പോയി. ദ ഫ്ലവർ ഫോൾസ് ഓഫ്. ഇത് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ആസ്തിക്യപരമായിട്ട് ഇറ്റ്സ് എ ലൈഫ് ടു ലീവ്. ഇത് ജീവിക്കേണ്ട ഒരു ജീവിതം. നമ്മുടെ സ്ഥാനം, നമ്മുടെ മഹിമ, നമ്മുടെ പദവി, നമ്മുടെ പൊസഷൻസ്, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ, നാം ഭാവി എന്ന് പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, നമുക്ക് ലഭിക്കുന്ന ബഹുമാനങ്ങൾ, നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള ചിന്തകളെല്ലാം ഇറ്റ് അപ്പിയർസ് ലൈക്ക് സോ റിയൽ. ഇത് വളരെ റിയലായിട്ട് നമുക്ക് തോന്നുന്നു. ഇവിടെ ഇരിക്കുന്ന പലരും നിങ്ങളുടെ വല്യപ്പച്ചനെയോ നിങ്ങളുടെ വല്യമ്മച്ചിയോ കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം. പലരും ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. ബട്ട് ദേ ലിവ്ഡ്. ദാറ്റ്സ് ട്രൂ. അവർ ജീവിച്ചിരുന്നു. അതിൻ്റെ തെളിവാണ് നിങ്ങൾ തന്നെയും. ബട്ട് വേർ ആർ ദേ? നമ്മുടെ പുറകിൽ ഓരോ കാലഘട്ടത്തിലും നമ്മളിനി ചിന്തിക്കുകയാണെന്നിരിക്കട്ടെ, രണ്ടാമത്തെ പ്രസിഡന്റ് ആരായിരുന്നു? നാലാമത്തെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? അഞ്ചാമത്തെ ആ പാർലമെന്റിലെ സ്പീക്കർ ആരായിരുന്നു? അന്നത് വലിയ ന്യൂസാണ്. ബിഗ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ്. Nobody knows now. The grass withers. The flower falls off. Flesh is like grass. സകല ജഡവും പുല്ലുപോലെ. Now, the question is, തങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതമെല്ലാം പുല്ലുപോലെയാണെന്നായി പറഞ്ഞിരിക്കുന്നത്. ഓൾ ഫ്ലഷ് ഈസ് ലൈക്ക് ഗ്രാസ്. നാം വായിച്ചത് എന്താണ്? എല്ലാവരും മരിച്ചു. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ജീവിതമാകണമെങ്കിൽ എന്തായിരിക്കണം? That they may live to Christ. യേശു ക്രിസ്തുവിന് ജീവിക്കുന്ന ജീവിതം മാത്രമേ ജീവിതം എന്ന് വിളിക്കുവാൻ കഴിയുള്ളൂ. Every other thing is just mere existence. ശ്വാസമുണ്ട് എന്നല്ലാതെ അനിമേറ്റഡ് ലൈഫ്, അസജീവത ഉണ്ടെന്നല്ലാതെ ഇതെല്ലാം ചലിക്കുന്ന കളിമണ്ണിനപ്പുറം ഒന്നുമല്ല. തിളങ്ങുന്ന കുമിളയ്ക്കപ്പുറം ഒന്നുമല്ല. വെയിലത്ത് വാടുന്ന പുല്ലിനപ്പുറം ഒന്നുമല്ല. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തപ്പെട്ടവന് വേണ്ടി ജീവിക്കണം. Yes, that is a grace that has come to us. ഈ ബോധമാണ് ദൈവമക്കൾക്ക് കിട്ടിയിരിക്കുന്നതും കിട്ടേണ്ടതും. ജീവിക്കുന്ന ആർക്ക് വേണ്ടി? one life. ഒറ്റ ജീവിതമേ ഉള്ളൂ. Come on, there is no two life. ഒറ്റ ജീവിതമേ ഉള്ളൂ. The life that is redeemed to Christ. ക്രിസ്തുവിനായി വീണ്ടെടുക്കപ്പെട്ട ഏക ജീവിതം. അത് ജീവിതമെന്ന് അതിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ലിവിങ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിലും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഏക ജീവിതം. one life. There is no second life. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്,
Do you live a grass life or a redeemed life? നിങ്ങൾ ഈ പുല്ലു ജീവിതമാണോ ജീവിക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? സകല ജഡവും പുല്ലുപോലെ, അതിൻ്റെ പൂവ്, അതിന്റെ ഭംഗി എല്ലാം എന്തൊക്കെയായി സ്വപ്നങ്ങളുമായിട്ട് നടക്കുന്ന ഈ പൂവിൻ്റെ സ്വപ്നങ്ങൾ? നാളെ വാടിപ്പോകുന്ന പൂവിൻ്റെ സ്വപ്നങ്ങൾ. ചില എൻട്രൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചിലർ ആറ്റിച്ചാടുന്നു. ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇനി ജീവിച്ചിട്ട് എന്നാ കാര്യം കുഞ്ഞ്? ഇതെല്ലാം പുല്ലും. ഇതിൻ്റെ മഹത്വം എന്താണ്? ഡു യു ലിവ് എ ഗ്രാസ് ലൈഫ്? ഒരു പുല്ലിൻ്റെ ജീവിതമാണോ? കമനീയ ജീവിതമാണോ? സ്വപ്നങ്ങളുടെ ജീവിതമാണോ? അഭിലാഷങ്ങളുടെ ജീവിതമാണോ? I wonder many believers look down and live. താഴോട്ട് നോക്കി നിരാശപ്പെട്ട് ജീവിക്കുകയാണ്. എന്തോ മറന്നുപോയതുപോലെ, എന്തോ നഷ്ടപ്പെട്ടതുപോലെ. What happened to you? You live a grass life. നീ ഒരു പുല്ലിൻ്റെ ജീവിതമാണ് ജീവിക്കുന്നത്. കർത്താവ് നിന്നെ സന്ദർശിച്ചില്ലേ? നിന്റെ ഹൃദയത്തിൽ വന്നില്ലേ? കർത്താവ് നിന്റെ നാഥനും രക്ഷിതാവുമായിട്ട് വന്നില്ലേ? കർത്താവ് നിനക്ക് എല്ലാമായി തീർന്നില്ലേ? നിന്റെ ജീവിതത്തെ വീണ്ടെടുത്തില്ലേ? ഈ മഹത്വത്തിലേക്ക് കൊണ്ടുവന്നില്ലേ? Why don't you lift your head? നിന്റെ തല ഉയർത്തി എന്തുകൊണ്ട് ജീവിച്ചു വിടുക? കർത്താവിനെ സ്നേഹിച്ച് ഞാൻ എൻ്റെ സ്വന്തമായി തീർന്നു. It's a big difference. The grass life and the redeemed life. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ജീവിതമാണോ ജീവിക്കുന്നത്? പുല്ല് സമാനമായിരിക്കുന്ന ജീവിതമാണോ ജീവിക്കുന്നത്? യെസ്, പുല്ല് സമാനം ജീവിച്ചുകൊണ്ട് യഹോവയുടെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകില്ല. സങ്കീർത്തനങ്ങൾ കോട്ട് ചെയ്യാം, പ്രസംഗങ്ങൾ വരാം, കൈയടിക്കാം, പാടാം. But the whole thing is, do you live a redeemed life? വീണ്ടെടുക്കപ്പെട്ട ഒരു ജീവിതമാണോ ജീവിക്കുന്നത് എന്നുള്ളതാണ്. യെസ്. എന്നാൽ അതിനോട് ബന്ധപ്പെട്ട് ഞാൻ ഇനി ഒരു കാര്യം പറയാം. നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് കർത്താവിലേക്ക് വന്നപ്പോൾ കർത്താവ് നമുക്ക് എന്തൊക്കെയാണ് തന്നത്? എല്ലാവരും സാധാരണ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് പറയാം. കർത്താവ് എനിക്ക് സന്തോഷം തന്നു. കർത്താവ് എനിക്ക് സമാധാനം തന്നു. പിന്നെ പറഞ്ഞേ ഒന്നും ഇല്ലേ? എനിക്ക് രോഗശാന്തി തന്നു. എനിക്ക് ചിലരെങ്കിലും പറയാറുണ്ട് എനിക്കൊരു നല്ല കുടുംബം ജീവിതം. ആദ്യം വരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ അതും ചിലർ പറയാറുണ്ട്. ചില സമയത്തുള്ള കുടുംബത്തിന് പറ്റിയ വീണ്ടെടുപ്പൊന്നും ഉണ്ടായിട്ടില്ല. പണ്ട കുടുംബം തന്നെ ജീവിതത്തിനൊന്നും വലിയ ഇതുണ്ടായില്ല. പക്ഷേ അത് കിട്ടി ഇത് കിട്ടുന്നൊക്കെ പറയുന്നത്. പക്ഷേ ഞാൻ മീനിങ്ഫുള്ളി ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദെർ ആർ തിങ്സ് വി സേ വി റിസീവ്. നമുക്ക് കിട്ടി എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. വി ഗോട്ട് എ ഫാദർ ഇൻ ഹെവൻ. സ്വർഗത്ത് നമുക്കൊരു പിതാവിനെ കിട്ടി. നിത്യജീവൻ്റെ അംശികളായി തീർന്നു. നാം ദൈവത്തിന് മക്കളായി തീർന്നു. ദൈവത്തിൻ്റെ വചനം നമുക്ക് തുറക്കപ്പെട്ടു. ആത്മീയ കാര്യങ്ങളിലുള്ള അഭിരുചി നമുക്ക് ലഭിച്ചു. പ്രാർത്ഥിക്കുവാൻ നമുക്കൊരു തുറവിലുണ്ടായി. ദെർ ആർ ലോട്ട് ഓഫ് തിങ്സ് വി റിസീവ്ഡ്. എബ്രായത്തിൽ വായിക്കുന്നത് നമ്മുടെ ഹൃദയം പ്രകാശിപ്പിക്കപ്പെട്ടു. വരുവാണ് ലോകത്തിൻ്റെ ശക്തി അനുഭവരുടെ ഇടയായി തീർന്നു. ടേസ്റ്റിംഗ് ദ വേർഡ്, ദൈവവചനത്തിൻ്റെ ആസ്വാദനം നമുക്ക് കിട്ടി. ലോട്ട് ഓഫ് തിങ്സ് വി റിസീവ്ഡ്. ഹല്ലേലൂയ. We are so happy. Heaven came down and glory filled my soul. സ്വർഗം ഇറങ്ങി വന്ന് എൻ്റെ ഹൃദയത്തെ മഹത്വം കൊണ്ട് നിറച്ചു. വണ്ടർഫുൾ. യെസ്. പക്ഷെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. നമുക്ക് വചനവും കൂട്ടായ്മയും ദൈവസംസർഗവും സന്തോഷവും സമാധാനവും പ്രത്യാശയും എല്ലാം തന്ന കൂട്ടത്തിൽ കർത്താവ് ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ പറയാറില്ല. അതെന്താണെന്നറിയാമോ? Christ has given us a cross too. നമുക്കൊരു ക്രൂശും കൂടെ തന്നിട്ടുണ്ട്. അത് മറന്നു വെച്ച് ആളുകൾ സന്തോഷവും പ്രത്യാശയുമായിട്ട് അതുകൊണ്ടാണ് കുറേ കഴിയുന്നുണ്ട് ഈ പ്രത്യാശയും സന്തോഷമൊക്കെ പോകുന്നത്. കാരണം കർത്താവ് തന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നു വെച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. എ ക്രോസ്. വൈ? റിമെമ്പർ, തങ്ങൾക്ക് വേണ്ടി അല്ലാത്തൊരു ജീവിതം നാം കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ ഓർക്കുക, ജഡപ്രകാരം നമ്മുടെ അഹം, നമ്മുടെ സോൾ, നമ്മുടെ ദേഹി, നമ്മുടെ ആളത്വം എപ്പോഴും തനിക്കായുള്ള ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. ഈ പ്രത്യാശ, കർത്താവിൽ വളരുക,
ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ആവേശത്തോടെ പറയുകയാണെങ്കിലും വെൻ ഇറ്റ് കംസ് ടു എ ചോയ്സ്, ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വരുമ്പോൾ എപ്പോഴും ഒരു ആളുകൾ അങ്ങോട്ട് തിരിയുന്ന കാണും. വാട്ട് ഈസ് ഫോർ മൈ സോൾ, ഫോർ ദിസ് എക്സിസ്റ്റൻസ്, ഈ ജീവിതത്തിനും എൻ്റെ പ്രാണനും ഞാൻ നന്മയെന്ന് വിചാരിക്കുന്ന കാര്യത്തിലേക്ക് ഒരു ഡിസ്പോസൽ, അങ്ങോട്ടൊരു ഉന്മുഖത കാണും. അതുകൊണ്ടല്ലേ ഈ ആളുകളൊക്കെ ഏത് ഇൻ്റർവ്യൂവിന് പോകണമെങ്കിലും ആരെങ്കിലും 10 നടക്കുന്ന ഇൻ്റർവ്യൂക്ക് 10:05 ചെല്ലുവോ? ഇല്ല. 10 മിനിറ്റ് മുമ്പ് എത്തുവോ? ഇല്ല. അരമണിക്കൂർ മുമ്പ് ഇല്ല. പല്ലും പോയി തലേ ദിവസം ലോഡ്ജിൽ പോയി താമസമോ എന്നാ ടൈം ഷുഡ് ഗോ. ദൈവസഭയുടെ കൂട്ടായ്മയ്ക്ക് വരാൻ നേരം എന്താ ഈ ആളുകൾ അരമണിക്കൂർ താമസിക്കുന്നത്? പറയുന്നൊന്നും ഞാൻ ഹൃദയത്തിൽ വലിയ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. ഇപ്പോഴും എൻ്റെ ജീവിതം ഈ പുല്ലിന് സമാനമുള്ള ജീവിതത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡിസ്പോസ്ഡ്. നമുക്കൊരുപാട് കാര്യങ്ങളും നമ്മൾ പറയുന്ന സമർപ്പണത്തിൻ്റെയും എന്തെല്ലാം വന്നാലും നിന്നെ ഞാൻ പിരിയില്ല, രക്തവും ചിന്തി സാക്ഷിയായി നിൽക്കും, നിശ്ചയം നിശ്ചയമേ. വണ്ടർഫുൾ. എന്നെ പാട്ടൊക്കെയാ പാടുന്നത്. രക്തം പോട്ടെ, സാക്ഷിയാകുന്ന പോട്ടെ, എൻ്റെ കുഞ്ഞേ. So cross is essential for our life. നമ്മുടെ ജീവിതത്തിൽ എത്ര അനിവാര്യമാണ് ക്രൂശ്. കർത്താവ് അതും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. ബൈബിൾ ചുമക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ ഒന്ന് കൊണ്ടുനടക്കാം. എന്താണെന്നറിയാമോ? There should something that be crossing your will. നിങ്ങളുടെ ഇച്ഛയെയും നിങ്ങളുടെ താല്പര്യങ്ങളെയും നിങ്ങളുടെ അഭിലാഷങ്ങളെയും നിങ്ങളുടെ ജീവിത പദ്ധതികളെയും എല്ലാം പഴയ ജീവിതത്തിൻ്റെ, വീണുപോയ ജീവിതത്തിൻ്റെ, ദൈവത്തിൽ നിന്ന് അകൽച്ച വന്ന ജീവിതത്തിൻ്റെ, ആ പഴയ ജീവിതത്തിൻ്റെ ജീവിതബോധത്തിൽ ജീവിക്കുവാൻ ഉള്ള പ്രവണതയുള്ളപ്പോൾ ഇറ്റ് ഈസ് എ ക്രോസ് ദാറ്റ് ഗിവ് യു ദ ഡയറക്ഷൻ. ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ ക്രൂശ് എപ്പോഴും നമുക്ക് ദിശ തരണം. എന്താ ദിശ? നോട്ട് ദേഴ്സ്, ദാറ്റ്സ് ഓൺ ദ ക്രോസ്. അത് ക്രൂശിൻ്റെ കീഴിലുള്ളതാണ്. Remain my soul. എൻ്റെ പ്രാണനെ നീ എവിടെ നിൽക്കുക. I am going to live the life that is for Christ. ഞാൻ എൻ്റെ കർത്താവിനായിട്ട് ജീവിക്കാൻ പോവുകയാണ്. No to yourself. നിങ്ങളുടെ സ്വയത്തിന് നോ പറയുന്ന ദൈവിക ഉപകരണമാണ് ക്രൂശ്. യെസ്. മറുവമലയിൽ മനോഹരമായിരിക്കുന്ന സമയങ്ങൾ 2-3 ശിഷ്യന്മാരുമായിട്ട് യേശു ക്രിസ്തു ചിലവഴിച്ചു. മോശെയും ഏലിയായും വന്ന യെരുശലേമിൽ സംഭവിക്കാനുള്ള നിര്യാണത്തെക്കുറിച്ച് അവിടെ പ്രസ്താവിക്കുന്നു. മഹത്വീകരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ അവിടെ കാണുന്നു. യെരുശലേമിൽ വെച്ച് യേശു ക്രിസ്തു ക്രൂശിന് വിധേയപ്പെടുകയും മഹത്വീകരണത്തിലേക്ക് പോകുകയും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഏലിയാവും മോശയും അപ്പുറം ഇപ്പുറം കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. That wonderful time, memorable time. ആ മനോഹര സമയങ്ങൾ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത സമയം. പത്രോസും യോഹന്നാനും പിന്നീട് തങ്ങളുടെ ലേഖനങ്ങളിൽ ആ സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. We saw his glory. ഞങ്ങൾ അവൻ്റെ മഹത്വം സ്വന്തം കണ്ണാൽ കണ്ടു. അത്ര ഇമ്പാക്റ്റിംഗ് ആയിട്ടുള്ളൊരു സന്ദർഭമായിരുന്നു. പക്ഷേ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ മറുമലയിലെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞ് താഴേക്ക് വന്ന് 51-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മറുമലയിൽ നിന്ന് ഇറങ്ങി വന്ന യേശു യെരൂശലേമിൽ വരേണ്ട നിര്യാണം, തനിക്കുണ്ടാകേണ്ട മഹത്വത്തെക്കുറിച്ച് ഈ മനോഹര കൂട്ടായ്മ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് 9:51 എന്നാണ് നാം വായിക്കുന്നത്. 51. യെസ്. അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ച് യാത്രയാകുവാൻ മനസ്സുറപ്പിച്ചു. നോക്കണേ, ഇറ്റ്സ് ടൈം ഫോർ ഹിസ് ഗ്ലോറിഫിക്കേഷൻ, ഫോർ ഹിസ് അസെൻഷൻ. അവൻ്റെ ആരോഹണത്തിന്, അവൻ്റെ മഹത്വീകരണത്തിനുള്ള സമയമായി വരികയാണ്. എന്തു ചെയ്തു? മറുമലയിൽ നിന്നിറങ്ങി വന്ന ആ മനോഹര സന്ദർഭത്തിൽ നിന്ന്, ആ ദൈവിക അനുഭവത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു കർത്താവ് എന്ത് ചെയ്തു? യെരൂശലേമിന് നേരെ he set his face towards Jerusalem. യെരൂശലേമിനെ അഭിമുഖീകരിച്ച് തൻ്റെ മുഖം നേരെ അവിടെ വെച്ചു.
ദൈവമക്കളെ, ഈ ക്രൂശ് നമുക്ക് ഡയറക്ഷൻ തരേണ്ടതാണ്. ക്രൂശ് എപ്പോഴും നമ്മോട് പറയുന്നൊരു കാര്യം കേവലം മരണത്തെക്കുറിച്ചല്ല, അതിനപ്പുറത്തേക്കുള്ള മഹത്വത്തെക്കുറിച്ചാണ്. ദ ഗ്ലോറി ദാറ്റ് ഈസ് ടു കം. നമുക്ക് ഈ മഹത്വം, പ്രത്യാശ, ഇതെല്ലാം കേൾക്കാൻ എത്ര സന്തോഷമാണ്. പക്ഷെ ഇതിനിടയിലുള്ള ഒരു ഉപകരണമാണ് ഈ ക്രൂശ്. നമുക്ക് ദിശാബോധം തരുന്നത്. യു സീ ഗ്ലോറി, നിനക്ക് വരുവാനുള്ള ദൈവിക മഹത്വത്തെക്കുറിച്ച് നീ ചിന്തിക്കുന്നവരാണോ, അന്വേഷിക്കുന്നവരാണോ, നിന്റെ ഹൃദയത്തിൽ അഭിലഷിക്കുന്നവരാണോ? ഞാൻ കർത്താവിൻ്റെ വരവിൽ അവൻ്റെ മഹത്വം ദർശിക്കുവാനായിരിക്കുന്ന പോലെ ഞാൻ എന്നെ കാണും. കണ്ണുമിക്കുന്നിടയിൽ രൂപാന്തരപ്പെട്ട മഹത്വം ഞാൻ പ്രാപിക്കും. എത്ര പ്രത്യാശയുടെ മനോഹര ഗാനങ്ങളാണ്. ബട്ട് റിമെമ്പർ, ഈ മഹത്വത്തിലേക്കുള്ള പ്രവേശനത്തിനിടയ്ക്ക് എന്തുണ്ട്? ദർ ഈസ് ക്രോസ് ഇൻ ബിറ്റ്വീൻ. അതിൻ്റെ നടുവിൽ ക്രൂശുണ്ട്. യേശു കർത്താവ് എന്ത് ചെയ്തു? ദൈവഹിതം നിവർത്തിക്കുമാറാക്കേണ്ട യെരുശലേമിലെ ആ പ്രത്യേക സംഭവത്തിലേക്കും ആ ഇടത്തേക്കും തൻ്റെ ദൃഷ്ടി നേരെ വെച്ച് യാത്ര തുടങ്ങി. ഡോണ്ട് ഇവേറ്റ് ദ പ്ലേസ് ഓഫ് ഗോഡ്സ് വിൽ. ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ ഇടത്തെ വിട്ടുപോകരുത് കേട്ടോ. ക്രൂശ് എപ്പോഴാണ് അന്വർത്ഥമാകുന്നതെന്ന് ചോദിച്ചാൽ, where there is God's will, there is always cross. ചിലർ വിചാരിക്കുന്ന പോലെ എൻ്റെ ഇഷ്ടം നടന്നു, ദൈവേഷ്ടം നടന്നു, അങ്ങനെ ഒരു ഇഷ്ടം ഇല്ല കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ച അതേ കാര്യം തന്നെ, എൻ്റെ ഇഷ്ടം പോലെ കർത്താവിൻ്റെ ഇഷ്ടവുമായിരുന്നു. അങ്ങനെയില്ല. ഓൾവേസ് ക്രോസസ് യുവർ വിൽ. ജഡത്തിൻ്റെ ഇഷ്ടത്തിന് വിരോധമായിരിക്കും ദൈവത്തിൻ്റെ ഹിതം. There is something that will be crossing your will. നിങ്ങളുടെ ഹിതത്തെ മുറിക്കുന്ന ഒന്നായിരിക്കും ദൈവഹിതം. ദാറ്റ് ഈസ് എ വേ ടു ഗ്ലോറിഫിക്കേഷൻ. മഹത്വീകരണത്തിൻ്റെ മാർഗം അതാണ്. ഹി സെറ്റ് ഹിസ് ഫേസ്. ഞാൻ നിങ്ങളൊരു കാര്യം നിങ്ങളോട് പറയാം. കീപ് യുവർ ഐസ്, നിങ്ങളുടെ കണ്ണ് നേരെ എപ്പോഴും ദൈവഹിതത്തിൽ ശ്രദ്ധിക്കണം. ദൈവഹിതം. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ ദൈവഹിതം നിങ്ങൾക്ക് വിഷയീഭവിക്കണം. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ദൈവഹിതം വിഷയീഭവിക്കണം. നിങ്ങളുടെ ബന്ധങ്ങളിൽ ദൈവഹിതം. ഡോണ്ട് ലിവ് നിങ്ങളുടെ പഴയത്, നിങ്ങളുടെ സ്വയം. എൻ്റെ താല്പര്യം ഇതാണ്, എൻ്റെ അറിവിതാണ്, എൻ്റെ ചിന്ത ഇതാണ്, എൻ്റെ പരിപാടി ഇതാണ്, ഞാൻ ഉദ്ദേശിക്കുന്നതാണ്. ഡോണ്ട് ഇൻസിസ്റ്റ് ദാറ്റ്. Bring the cross there. എപ്പോഴും നിങ്ങളുടെ ഹിതം കാണുന്നിടത്ത് ശ്രദ്ധിക്കണം. ദൈവഹിതം എന്താണെന്ന് നോക്കണം. വാട്ട് ഈസ് there to sanctify? നിങ്ങളെ വിശുദ്ധീകരിക്കേണ്ട കാര്യം ഏതാണ്? നിങ്ങൾ ദൈവപക്ഷത്തേക്ക് നിലപാടെടുക്കേണ്ട എന്താണ്? സമാധാനത്തിൻ്റെ മാർഗം എന്താണ്? സ്നേഹത്തിൻ്റെ മാർഗം എന്താണ്? വിനയത്തിൻ്റെ മാർഗം എന്താണ്? യേശു കർത്താവ് കാൽവറിയെ സഹിച്ചത് വിനയത്തിൻ്റെ മാർഗത്തിലായിരുന്നു. നാം വായിക്കുന്നത് കർത്താവിൻ്റെ ആ വിനയത്തിൻ്റെ മാർഗത്തെക്കുറിച്ച് ഫിലിപ്പിയർ 2 ആ താഴോട്ട് നാം വായിക്കുന്ന 5 വാക്കുകൾ നാം വായിക്കുന്ന ഒടുവിൽ അവൻ വിനയത്തിൻ്റെ മാർഗത്തെക്കുറിച്ച് പറഞ്ഞു വന്ന തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണം ഉള്ളവനായി തീർന്നു. വിനയവും അനുസരണവും ക്രൂശിനോട് ചേർന്ന് കിടക്കുന്ന കാര്യങ്ങളാണ്. വിനയവും അനുസരണവും ക്രൂശുമായിട്ട് ബന്ധിക്കപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ ദൈവഹിതം ചെയ്യുന്നതിൻ്റെ ആന്തരിക ആനന്ദം നാം അനുഭവിക്കുന്നവരായിരിക്കണം. എല്ലാവരും സന്തോഷിക്കാനാണ് കൂടി വരുന്നത്. സന്തോഷിക്കാൻ, ഹാപ്പിനെസ്. The world is seeking for happiness. God's people are not for happiness. They are called for joy. ദൈവത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്ന സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല, ആനന്ദത്തിന് വേണ്ടി. ആന്തരികമാണത്. ദൈവത്തെ സേവിക്കുന്നുള്ള ആനന്ദം, ദൈവത്തെ അനുസരിക്കുന്നുള്ള ആനന്ദം, കർത്താവിൻ്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ വിനയപ്പെടുത്തുന്നതിനുള്ള ആനന്ദം, കർത്താവിൻ്റെ നാമത്തിൽ നിലപാടെടുക്കുന്നതിനുള്ള ആനന്ദം, കർത്താവിന് വേണ്ടി നഷ്ടം സഹിക്കുന്നുള്ള ആനന്ദം. ശിഷ്യന്മാർ അടികൊണ്ടപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരാനന്ദിച്ചും കൊണ്ട് ന്യായാസനത്തിൻ്റെ അടുത്തുനിന്ന് പോയി. എന്തുകൊണ്ട്? കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാനിടയാകൊണ്ട്. ആമേൻ, ഹല്ലേലൂയ.
ഈ ക്രൂശ് എന്ന് പറയുമ്പോൾ നമുക്കത് നെഗറ്റീവായിട്ടും ഏതാണ്ടൊരു ഭീഷണിയായിട്ടും തോന്നുന്നതിൻ്റെ കാര്യം, വി സ്റ്റിൽ സ്റ്റേ ഓൺ ദ സൈഡ് ഓഫ് അവർ ഓൾ സെൽഫ്. നമ്മുടെ പഴയ ജീവിതത്തിൻ്റെ പഴയ അഹത്തിൻ്റെ ഭാഗത്താണ് നമ്മളിപ്പോഴും ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, ഹിതം ചെയ്യുവാൻ പോകുന്ന ഒരാളെ സമയത്തോളം എവ്രി ടൈം ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഒബേ. അനുസരിക്കുവാനായിട്ടുള്ള ഓരോ സന്ദർഭങ്ങളും നമ്മുടെ അന്തരംഗത്തിൽ പുതിയ തുടിപ്പുകൾ കൊണ്ടും. യെസ്. പക്ഷേ നമുക്ക് പലപ്പോഴും ദൈവഹിതത്തിൻ്റെ സമയങ്ങൾ, സന്ദർഭങ്ങൾ നമുക്ക് പലപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു അവ്യക്തതയുണ്ട്. ദൈവഹിതം ഒരു അവ്യക്തത നമുക്കുണ്ടാകാറുണ്ട്. ഐ എഗ്രി വിത്ത് ദാറ്റ്. ദാറ്റ്സ് സംടൈംസ് പോസിബിൾ. നമുക്ക് ചിലപ്പോൾ സാധിക്കുകയാണ്. വാട്ട്സ് ഗോഡ്സ് വിൽ? ഐ ആം നോട്ട് വെരി ക്ലിയർ. അവ്യക്തത സാധ്യമാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. പലപ്പോഴും ദൈവഹിതം ചെയ്യുവാനായിട്ട് നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു ധൈര്യം, ഒരു ആന്തരിക കരുത്തും കൂടി ആവശ്യമുണ്ട്. പലപ്പോഴും നാം ചഞ്ചലിച്ചു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ക്രൂശിലേക്ക് പോയ യേശു ക്രിസ്തു തനിക്ക് ലഭിച്ച ആ ക്രൂശ് കയ്യിലെടുക്കുന്നതിന് മുമ്പ് നടന്ന കാര്യം എന്താണ്? വാട്ട് വാസ് പ്രയർ ടു ദ ക്രോസ്? ക്രൂശിന് മുമ്പ് കർത്താവ് എവിടെയായിരുന്നു? അതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഇടം ഗെത്സമനെയാണ്. ഈ ഗെത്സമനെയും ക്രൂശുമായിട്ടൊരു ബന്ധമുണ്ട്. എന്താ ഗെത്സമനയുടെ പ്രത്യേകത? ഇറ്റ് വാസ് ദേർ ജീസസ് became clear about the will of God. ദൈവഹിതത്തെക്കുറിച്ചുള്ള വ്യക്തത കിട്ടിയ ഗെത്സമനയിലാണ്. ഗെത്സമനയിലാണ് എഴുന്നേറ്റ് പോകാം, ലെറ്റ്സ് ഗോ, ആ ധൈര്യത്തോടുള്ള പുറപ്പാടുണ്ടായത്. ഗെത്സമനയിലാണ് ആ ടോട്ടൽ കോൺഫിഡൻസ്, ആ ബോധ്യവും ധൈര്യവും ബലവും തനിക്കുണ്ടായത്. ഈ ഗെത്സമന കഴിഞ്ഞാണ് ക്രൂശിനെ നാം കാണും. പക്ഷെ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. കർത്താവായ യേശു ചുമന്ന ക്രൂശ് എന്ന് പറയുന്നത് ദൃശ്യമായിരിക്കുന്ന ക്രൂശിനെ കുറിച്ച് നമുക്കറിയത്തുള്ളൂ. ഗെത്സമനയ്ക്ക് ശേഷം തനിക്ക് കിട്ടിയ തടിക്കുരിശേ ഉള്ളൂ. അതിനിടെ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ പടത്തിലൊക്കെ കാണുന്ന പോലെ ശരി തേച്ചു മിനിക്ക് പോളിഷ് ചെയ്തൊരു ക്രൂശൊന്നും അല്ലായിരുന്നു യേശുവിൻ്റെ ക്രൂശ് കേട്ടോ. കണ്ടാൽ കൊള്ളാത്തൊരു ക്രൂശാ, എടുക്കാൻ കൊള്ളാത്തൊരു ക്രൂശാ. ഇറ്റ് വാസ് ഈവൻ ഇൻ ലുക്ക് ഇറ്റ് വാസ് നോട്ട് അപ്പീലിംഗ്, ആസ്വാദികരമായിരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ആ ക്രൂശ് ദൃശ്യമായ ക്രൂശ് പോലെ തന്നെയാണ്. വാസ്തവത്തിൽ ഈ ക്രൂശ് എടുക്കുന്നതിന് വളരെ മുമ്പ് തന്നെ കർത്താവിനൊരു അദൃശ്യ ക്രൂശ് ഉണ്ടായിരുന്നു. അദൃശ്യമായൊരു ക്രൂശ്, ഇൻവിസിബിൾ ക്രോസ്. നമ്മളൊക്കെ കൊണ്ടു നടക്കുന്നത് എങ്ങനെയുള്ള ക്രോസാ? ചില ഭർത്താക്കന്മാരും ഭാര്യമാരെ കുറിച്ച് ഈ കുരിശ് വന്ന ശേഷം എൻ്റെ ജീവിതം പോയെന്ന് പറയത്തില്ലേ? അങ്ങനൊരു ക്രൂശല്ല കേട്ടോ. അത് ആ ക്രൂശല്ലത്, അതല്ല ക്രൂശ്. ഈ കുരിശെന്ന് പറയുന്നത് ഭർത്താവും ഭാര്യയും പിള്ളേരും ദ്രോഹം ചെയ്യും, അതല്ല ക്രൂശ്. ദ റിയൽ ക്രോസ് ഈസ് ഇൻവിസിബിൾ, അദൃശ്യമാണ് ഈ ക്രൂശ്. ദൈവഹിതത്തിന് വിരോധമായി വരുന്ന കാര്യങ്ങളുടെ നടുവിൽ, സ്വയത്തിൻ്റെ താല്പര്യം വരുന്നിടത്ത്, ഭൗതിക ലോകത്തിൻ്റെയും സ്വന്തം ജീവിതത്തിൻ്റെയും മഹത്വം ദർശിക്കുന്നിടത്ത് ദൈവപക്ഷത്തേക്ക് തിരിയുന്ന സമയത്ത് നാം വഹിക്കുന്ന ഒരു കാര്യമാണ് ഈ അദൃശ്യ ക്രൂശ് എന്ന് പറയുന്നത്. അത് ജനനം തുടങ്ങി കർത്താവ് ഒടുവിൽ ദൃശ്യമായിരിക്കുന്ന ക്രൂശീകരണം വരെയും ജീസസ് ക്യാരിഡ് ആൻ ഇൻവിസിബിൾ ക്രോസ്. അദൃശ്യമായിരിക്കുന്ന ഒരു ക്രൂശ് കൊണ്ട് നടന്നിരുന്നു. വാസ്തവത്തിൽ കർത്താവ് ഈ തടിക്കുരിശുമായിട്ട് പോകുമ്പോൾ പോലും അതിലും കഠിനവും ഭയാനകവും വേദനാജനകവുമായിരിക്കുന്ന മറ്റൊരു അദൃശ്യ ക്രൂശാണ് വാസ്തവത്തിൽ കർത്താവ് കൊണ്ടുവരുന്നത്. നോബഡി നോസ് വാട്ട് ഇറ്റ് റിയലി മെന്റ്. അതിൻ്റെ അഗാധം, അതിൻ്റെ വേദന, അതിൻ്റെ പ്രസക്തി, അതിൻ്റെ ആഴം ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇറ്റ് വാസ് സോ ഡീപ്പ്. ജീസസ് ക്യാരിഡ് ഇറ്റ്. ഏതാണ്ട് ഈ ക്രൂശ് ചുമക്കാൻ ആ കുറേനക്കാരായിരിക്കുന്ന ശീമോനെ പോലെയൊക്കെ കിട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത്. വി കൻ
ഈ ക്രൂശിൻ്റെ ഒരു അനുഭവം ജീവിതത്തിൽ കൊണ്ട് നടക്കുവാനായിട്ടുള്ള സൗഭാഗ്യം നമുക്ക് കർത്താവ് തന്നു. യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നാലെ ഒരുവൻ വന്നാൽ തൻ്റെ ക്രൂശെടുത്തെന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഇറ്റ്സ് ജസ്റ്റ് എ പോർഷൻ ഓഫ് ദി ഇൻവിസിബിൾ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ അദൃശ്യ ക്രൂശിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് കരുതാം. കൗണ്ട് ഇറ്റ് എ ബ്ലെസ്സിങ്. അതൊരു അനുഗ്രഹമായിട്ട് നമുക്ക് കരുതുക. ബിക്കോസ് ദർ ഈസ് ഓൾവേസ് ഗ്ലോറി ബിയോണ്ട് ദ ക്രോസ്. ക്രൂശിനപ്പുറത്ത് മഹത്വം ഉണ്ട് എന്നുള്ളത് ഓർക്കുക. ആമേൻ. പക്ഷെ ഗെത്സമന നമ്മുടെ അനുദിനമായിട്ടുള്ള ജീവിതം, അനുദിന ജീവിതത്തിൽ എല്ലായിടങ്ങളിലും ക്രൂശ് ഉണ്ട്. നമ്മുടെ കുടുംബജീവിതത്തിലുണ്ട്, കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലുണ്ട്, നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളുണ്ട്, നമ്മുടെ തൊഴിലിടങ്ങളിലുണ്ട്, നമ്മുടെ ബന്ധങ്ങളിലുണ്ട്, നമ്മുടെ സമൂഹ ജീവിതത്തിലുണ്ട്. എല്ലാറ്റിലും നമ്മുടെ ഒരു ഹിതം മറഞ്ഞു കിടപ്പുണ്ട്. ദൈവത്തിൻ്റെ ഹിതം ഉണ്ട്. അവിടെയെല്ലാം ക്രൂശുണ്ട്. വേർ വി ഡിനൈ അവർ ഓൺ, നമ്മുടെ സ്വന്തത്തെ നിഷേധിക്കുന്നിടത്തെല്ലാം ക്രൂശുണ്ട്. കർത്താവിന് വേണ്ടി ഒരു നിലപാടെടുക്കുന്നിടത്തെല്ലാം ക്രൂശുണ്ട്. പക്ഷെ ഗെത്സമന നമുക്ക് ആവശ്യമാണ്. ക്രൂശ് ചുമക്കണമെങ്കിൽ, വ്യക്തത കിട്ടണമെങ്കിൽ ഗെത്സമന വേണം. എന്തേ ഗെത്സമന? ഓരോ ദിവസവും നമ്മുടെ ജീവിതം ഗെത്സമനയിൽ ആരംഭിക്കണം. ഉറങ്ങിയങ്ങ് പോയി, 7:30 മണിയായി, 8 മണിക്ക് ഇറങ്ങണം. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? പിന്നെ നടപ്പല്ല, വീട്ടിനകത്ത് ഓട്ടവും കൈ കിട്ടിയത് എടുത്തിട്ട് ചാടി. ജീവിതം ഇങ്ങനെ പോവുക ചെയ്യുന്നു. നിങ്ങൾ ക്രൂശിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണെങ്കിൽ, ദൈവിക വെളിയും മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നവരാണെങ്കിൽ, യേശു ക്രിസ്തുവിനായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് കാണുന്നവരാണെങ്കിൽ, ക്രോസ് ഈസ് ഇസെൻഷ്യൽ, അനിവാര്യമാണ് ക്രൂശ്. ആൻഡ് ഗെത്സമന ഈസ് ഈവൻ എസെൻഷ്യൽ. ഗെത്സമന അനുദിനം എസെൻഷ്യലാണ്. എന്താണെന്നറിയാമോ? മീറ്റിംഗ് ദ ഫാദർ, ഗെറ്റിംഗ് ക്ലാരിറ്റി അബൌട്ട് ഗോഡ്സ് വിൽ. ദൈവഹിതത്തെക്കുറിച്ചുള്ള വ്യക്തത കിട്ടുന്നിടം. താങ്ക് ഗോഡ് ഫോർ ദിസ് ഡേ. താങ്ക് ഗോഡ് ഫോർ യുവർ വിൽ ഫോർ ദിസ് ഡേ, യുവർ പ്ലാൻസ് ഫോർ ദിസ് ഡേ. അവിടുത്തെ ഹിതത്തിനായി സ്തോത്രം. ഇന്നത്തെ അങ്ങയുടെ പദ്ധതിക്കായി സ്തോത്രം. ഈ മനോഹര ദിവസത്തിനായി സ്തോത്രം. യു ഹാവ് ഡെസ്റ്റൈൻഡ് മീ ദിസ് ഡേ ഫോർ partaking of your glory. അവിടുത്തെ മഹത്വത്തിൽ പങ്കാളിയാക്കുവാൻ നീ അവിടെ നിന്ന് എനിക്ക് നൽകിയിരിക്കുന്ന ഈ ദിവസത്തിനായി സ്തോത്രം. Never start your day with a burden. ഒരു ഭാരത്തിൽ തുടങ്ങണ്ട. How shall I face this day? ഈ ജീവിതത്തെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും? No, Lord, I'm happy that you have a will and plan for this day. ഈ ദിവസത്തിന് വേണ്ടി നിനക്ക് അവിടത്തേക്കൊരു ഹിതവും ഒരു പദ്ധതി ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And I have the power for that. You will clearly show me your will every time. ഓരോ സമയത്തും അവിടുത്തെ ഹിതം എന്നെ കാണിക്കും. ഈ ദിവസത്തിന് വേണ്ടിയുള്ള ശക്തിക്കായി ഞാൻ സ്തുതിക്കുന്നു. കാൽവരിൽ എനിക്ക് ലഭ്യമായിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിനായിട്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. സ്റ്റാൻഡ് അപ്പ് വിത്ത് ഫെയ്ത്ത് ആൻഡ് ഹോപ്പ്. വിശ്വാസത്തോടെ എഴുന്നേൽക്കേണ്ട സ്ഥലമാണ്. എഴുന്നേൽപ്പീൻ, നാം പോകാം. ലെറ്റ്സ് ഗോ. ഹല്ലേലൂയ. Every day with hope and faith. എല്ലാ ദിവസവും പ്രത്യാശയിലും വിശ്വാസത്തിലും നമുക്ക് പോകാം. ദൈവഹിതത്തിൻ്റെ വ്യക്തത ഓരോ ദിവസവും നമ്മുടെ ചുവടുകളിൽ. വാട്ട് ദ ലോർഡ് ഈസ് ലീഡിങ് us to, എന്തിലേക്ക് കർത്താവിനെ നടത്തുകയാണ്. ലോർഡ്, വാട്ട് ഷൽ ഐ ചൂസ് നൗ? ഞാൻ എന്ത് തിരഞ്ഞെടുക്കണം? വാട്ട് ഷൽ ഐ ഡിസൈഡ്? ഇപ്പം ഞാൻ എന്ത് തീരുമാനിക്കണം? വാട്ട് ടേൺ ഷൽ ഐ ടേക്ക്? ഏത് തിരിവ് ഞാൻ എടുക്കണം? വാട്ട് ഈസ് പ്ലീസിങ് ടു യു? അവിടത്തേക്ക് പ്രസാദകരമായിരിക്കുന്നു. ഇൻ എവ്രിതിങ് പ്രൈസ് ദ ലോർഡ് ഫോർ ഗോഡ്സ് വിൽ ഫോർ എവറി ഡേ. എല്ലാ ദിവസത്തേക്കുമുള്ള ദൈവഹിതത്തിനായി സ്തോത്രം. എല്ലാ ദിവസവും എനിക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന ദൈവിക മഹത്വത്തിനായി സ്തോത്രം. എല്ലാ ദിവസത്തേക്കുമുള്ള എൻ്റെ ജീവിതം പൂർത്തീകരിക്കപ്പെടുന്ന ദൈവിക പദ്ധതികൾക്കായി സ്തോത്രം. നമ്മൾ നല്ല വേല ആലപിച്ചവൻ അവസാനത്തോളം തികയ്ക്കും. ഇറ്റ്സ് നോട്ട് എ ബ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. ചുവടുകളില്ലാത്തൊരു യാത്രയല്ലിത്. കർത്താവിൻ്റെ തികയ്ക്കൽ 7 ദിവസത്തെ 6 ദിവസത്തെ സൃഷ്ടിപ്പ് പോലെ സന്ധ്യയായി വിശ്വസമായി 1-ാം ദിവസം, സന്ധ്യയായി വിശ്വസമായി 2-ാം ദിവസം. എക്സ്പെക്ട് ഗോഡ് ടു ഫുൾഫിൽ ഹിസ് പ്ലാൻസ് ഇൻ യുവർ ലൈഫ് എവറി ഡേ. ലെറ്റ് നോ ഡേ സ്കിപ്പ് യു വിതൗട്ട് പർപ്പസ്. ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങളില്ലാതെ, ദൈവപ്രവൃത്തി ഇല്ലാതെ പോകാതിരിക്കട്ടെ. ലെറ്റ് ഗോഡ് ഹാവ് ഹിസ് പ്ലാൻ ത്രൂ ആൻഡ് ത്രൂ എവറി ഡേ. എല്ലാ ദിവസവും കൂടി നമ്മുടെ ജീവിതം പണിയപ്പെട്ടു വരട്ടെ.
value Gethsemane in your life. Receiving God's will and forsaking your will, denying your will. നിന്റെ ഹിതത്തെ നിഷേധിച്ച ശേഷം ദൈവഹിതം സ്വീകരിക്കുന്ന മനോഹര ദിവസങ്ങളാക്കി തീർക്കുക. If you really practice this, you will be really a rejoicing Christian. ഇത് നിങ്ങൾ പാലിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആനന്ദിക്കുന്ന വിശ്വാസികളായിരിക്കും. People without joy, സന്തോഷമില്ലാത്തവർ ഈ മാർഗം അറിയാത്തവരാണ്, ഈ വിളി കേൾക്കാത്തവരാണ്, തങ്ങളുടെ ഹൃദയം അതിന് കൊടുക്കാത്തവരാണ്. വാട്ട് ഈസ് ബെറ്റർ ദാൻ ഡൂയിങ് ഗോഡ്സ് വിൽ? ദൈവത്തിന് ഹിതം ചെയ്യുന്നതിനേക്കാൾ വലുതായിട്ടൊന്നുണ്ടോ? കർത്താവിൻ്റെ മുഖം ചുമക്കുന്നതിനേക്കാൾ വലുതായിട്ടൊന്നുണ്ടോ? സ്വയം നിഷേധിക്കുന്നതിനേക്കാൾ വലുതായിട്ടൊന്നുണ്ടോ? ദ ഗ്ലോറി ടു കം, വരുവാനുള്ള മഹത്വത്തെക്കാൾ വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ദൈവമക്കളെ, ലെറ്റ്സ് റൈസ് അപ്പ്. നമുക്ക് എഴുന്നേറ്റ് നമുക്ക് മുമ്പോട്ട് പോകണം. കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം വഴിയും. പിന്നെ പുതുയുഗം വരെയും തിരികെ വരാതെ നാം നിത്യതയിൽ, അവർ ജേർണി ഈസ് നോട്ട് ടു എൻഡ് ഹിയർ, നമ്മുടെ യാത്രയുടെ അവസാനിക്കാനുള്ളതല്ല. We are people called to fly. നാം പറക്കാൻ വിളിക്കപ്പെട്ടവരാണ്. Let's have wings. നമുക്ക് ചിറകുകൾ ഉണ്ടാകണം, നമ്മുടെ അകത്ത് കുതിപ്പുകൾ ഉണ്ടാകണം, നാം ആത്മശക്തി പ്രാപിക്കണം, ദൈവഹിതത്തിൽ നിവരെ നടക്കുന്നവരായിരിക്കണം. Let's set our face towards Jerusalem, to God's will. ദൈവഹിതം ഉള്ളിടത്തേക്ക് നമ്മുടെ മുഖം നേരെ വച്ച ശേഷം let's go, നമുക്ക് മുമ്പോട്ട് പോകണം. Amen. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.